അപ്പോൾ ദേ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കാണിച്ച തലയുടെ ഉടമ. അപ്പോൾ ഒരു ചൂര, 1 കിലോ വെയിറ്റുള്ള ഒരു ചൂരയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ തല പക്ഷേ അത്യാവശ്യം വലുതൊക്കെ തന്നെയാണ്, എങ്കിലും ഒരുപാട് വലുതായിരുന്നില്ല. അപ്പോൾ ഞാനത് നമ്മുടെ ഈ ചൂര കറിക്കകത്ത് തന്നെയാണ് ഞാൻ ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ചൂര വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. അതായത് കൃഷ്ണൻ ആകെ കൂടെ കഴിക്കുന്ന ഏക മീനാണ് ചൂര. അപ്പോൾ ഇന്ന് അതും ചൂര കഴിക്കുമ്പോൾ, ഇന്നിപ്പോൾ ഒരു ദിവസം ചൂര കഴിച്ചാൽ പിന്നെ അവൻ കുറേ നാൾക്ക് ശേഷം മാത്രമേ ചൂര കഴിക്കാറുള്ളതാനും. പക്ഷേ ഇന്ന് അവൻ കുറേ നാൾക്ക് ശേഷം പറഞ്ഞു അവന് ചൂര കഴിക്കാൻ കൊതി തോന്നുന്നു. അപ്പോൾ പിന്നെ ചൂര വാങ്ങിക്കാമെന്നും കരുതി ഇരിക്കുമ്പോഴേക്കും ഇരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് മീൻ കൊണ്ടുതരുന്ന ആളുടെ കയ്യിൽ ഡെയിലി ചൂര ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ഫിഷ് മാർക്കറ്റുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്കും ഇന്ന് ചൂരയില്ല. സാധാരണ അവരുടെ കയ്യിൽ ഡെയിലി ചൂര അല്ലെങ്കിൽ കേര ഉണ്ടാവുന്നതാണ്. ഇന്നെന്തോ അവരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുമ്പോഴേക്കാണ് നമ്മളുടെ മീൻകാരൻ്റെ ഹോണടി കേൾക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടോ, പുള്ളിക്ക് ഇന്ന് പതിവില്ലാതെ ഒരു കൊട്ട നിറയെ ചൂര കിടക്കുന്നു. അപ്പോൾ പിന്നെ കണ്ണും പൂട്ടി ചൂര വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ദേ ആ ചൂരയാണ് ഇന്ന് കറി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാനതിൻ്റെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ആസ് യൂഷ്വൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാനൊരു ട്രിക്ക് കാണിച്ചിരിക്കുന്നത്, നമ്മൾ കുറച്ച് ഓയിലൊഴിച്ച് അതിനകത്ത് ഉള്ളി ഇഞ്ചി ഒക്കെ വഴറ്റിയല്ലോ. അപ്പോൾ അതിന് പകരം അത് വഴറ്റി ഓയിലൊഴിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അരപ്പ് വഴറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആ ഓയിൽ നമുക്ക് അത്രയും പോരാ, കുറച്ചും കൂടെ വേണ്ടി വരും ഇത്ര അരപ്പ് വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ ഞാൻ അതിനകത്ത് വീണ്ടും ഓയിൽ ആഡ് ചെയ്തില്ല, പകരം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് അത് വരട്ടിയെടുത്തത് കേട്ടോ. അപ്പം അധികം ഓയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് നന്നായിട്ട് മൂത്ത് വരികയും ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അതാണ് ചെയ്തത്. അപ്പം പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മീനൊക്കെ ഇട്ടത്. അപ്പം ആ മീനിൻ്റെ തല അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടോ, പക്ഷെ അതിനകത്ത് മുങ്ങിക്കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വൺ സൈഡ് ഇങ്ങനെ പൊങ്ങി നിന്നിരുന്നു. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് അതിനെ തിരിച്ചിട്ടിട്ടാണ്, അപ്പോൾ ആ സൈഡിലും കൂടെ ഇത് കയറുമല്ലോ, അതിൻ്റെ അരപ്പും ഒക്കെ കയറുമല്ലോ. അപ്പം അങ്ങനെയാണ് ഇതെടുത്തത് കേട്ടോ. പക്ഷേ സംഭവം എല്ലാത്തും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, കാരണം കുറച്ച് വെന്ത് കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് ഇങ്ങനെ താഴും. അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ മാറി കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ. അപ്പോഴത്തേക്കും അതിങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്ന പരുവത്തിലാവും. അപ്പോൾ പിന്നെ നമ്മൾ അത്ര കഷ്ടപ്പാടൊന്നും വരില്ല. പിന്നെ നമ്മളിങ്ങനെ അടുപ്പ് വെച്ചിട്ട് ഇത് കണ്ടോ, കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം പക്ഷേ ആ സൈഡിലൊക്കെ കണ്ടോ റെഡ് കളർ, അത് ആ ഓയിൽ ഒക്കെ തെളിഞ്ഞതാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ഒരു സ്പൂൺ ഓയിൽ മാത്രം, ഒരു സ്പൂണല്ല, ഒരു 1.5 സ്പൂൺ ഓയിലാണ് ഒഴിച്ചത്. പക്ഷേ ഇതേ കണ്ടോ, ബാക്കി നമ്മൾ വെള്ളത്തിലാണ് വരട്ടിയെങ്കിൽ പോലും ഓയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അതിൻ്റെ തല കണ്ടോ, തല നന്നായിട്ട് ആ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് താനും. പിന്നെ തല കഴിച്ചപ്പോഴും അതിൻ്റെ ആ ഒരു പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എവിടെയോ വായിച്ച് കേട്ടതാണ് കുറച്ച് കായപ്പൊടി തൂവുക എന്നുള്ളത്. അപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ തൂവി കൊടുത്തു കേട്ടോ. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ സാമ്പാറിൻ്റെ ടേസ്റ്റായി പോകുമോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല, നല്ല കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഈയിടെ ഇച്ചിരി എക്സ്പീരിയൻസൊക്കെ ഉണ്ട്, ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തായിരുന്നു മീൻ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഇത് കണ്ടോ, തല വെന്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ആ താഴത്തെ ഒരു താടിയലിൻ്റെ പോലത്തെ ഒരു ഭാഗം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ വെന്ത് വന്നപ്പോൾ അതിൽ വിട്ടുപോയി. ഇതാണ് അതിൻ്റെ കഷ്ണങ്ങൾ. അപ്പോൾ catch you later to the bye bye.